കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് 12-ലധികം കപ്പിൾസിനെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ തന്നെ നിസ്സാരമായിട്ടിടുന്ന ഇത് പ്രഗ്നൻസിക്ക് സഹായിക്കുമോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 12 പേരുടെ ഭാര്യമാരും നമ്മളോട് സംസാരിച്ചത് ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളനുസരിച്ചിട്ടായിരുന്നു സംസാരിച്ചത്. ചില ആളുകൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് പ്രശ്നമുണ്ടായിരുന്നു, ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചില ആളുകൾക്ക് എൻഡോമെട്രിയൽ ലൈനിങ് വളരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ അവരോട് ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഭക്ഷണം ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മർ സീസണും കൂടി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വെള്ളം കുടിയുടെ കാര്യത്തിൽ കുറച്ച് ഇൻക്രീസ് ഉണ്ടാവാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വാട്ടർ ഇൻടേക്കിനെ പറ്റിയിട്ടാണെന്ന്. നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിളാണ് ഈ 12 കപ്പിൾസും. അപ്പോൾ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുവെന്നും നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് വെറും ഒരു ലിക്വിഡ് അല്ല. നമുക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഒരു ലിക്വിഡ് അല്ല സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഇത് ഈ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഈ ഒരു ഡിസ്ചാർജ് ആണ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പുരുഷന്റെ സെമന് കുറച്ചധികം ദിവസം, അതായത് അണ്ടം വരുന്ന അത്രയും ദിവസം വരെ ശരീരത്തിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ചാർജ് കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സ് ഒന്ന് എൻജോയബിൾ ആകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സെർവിക്സ് നല്ലതുപോലെ ഡൈല്യൂട്ട് ആയിട്ട് അതിനകത്തേക്ക് എല്ലാം പ്രവേശിച്ച് പോകുന്നതിനും ആ പോകുന്നതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. സെർവിക്കൽ മ്യൂക്കസ് കട്ടിയായിട്ടുള്ളതോ അല്ലെങ്കിൽ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വജൈനയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രഗ്നൻ്റ് ആകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. കാരണം ഡ്രൈ ആയിട്ടുള്ള ഒരു വജൈനയിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, അവർക്ക് താല്പര്യമില്ലായ്മ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടിപ്പാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ ഭൂരിഭാഗവും അല്ലെങ്കിൽ അതിനേക്കാളും ബഹുഭൂരിഭാഗവും അടങ്ങിയിട്ടുള്ളത് വാട്ടറാണ്. വെള്ളം നമ്മൾ എത്രത്തോളം കുടിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയുള്ള സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് സെർവിക്കൽ മ്യൂക്കസ് കുറവുള്ള ആളുകൾക്കും ഓവുലേഷൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും അവർ ഡെയിലി എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് അതിൻ്റെ ഒരു ഇരട്ടിയായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് സെക്സിൻ്റെ ടൈമിംഗ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമിംഗ് കൃത്യമായിട്ട് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ ഇജാക്കുലേഷൻ പ്രിമച്വറായിട്ട് ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ ആ പ്രോസസ്സ് നമുക്ക് ഒട്ടും അംഗീകരിക്കാനായിട്ട് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പിറ്റേ ദിവസം കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യണമല്ലോ അങ്ങനെയുള്ളൊരു വിചാരമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെക്സിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ബാലൻസ് ആയി പോകണം. ഒരുപാട് അതായത് എൻ്റർ ചെയ്ത് അപ്പോൾ തന്നെ ജാക്കുലേഷൻ സംഭവിക്കാനും പാടില്ല, അതുപോലെ ഒരുപാട് നേരം അങ്ങോട്ട് നീണ്ടു നിന്നിട്ട് ജാക്കുലേഷൻ ഉണ്ടാവാനും പാടില്ല. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ആണ് ആ ഒരു ടൈമെങ്കിൽ അത്രയും ടൈം പ്രോപ്പറായിട്ട് രണ്ടുപേർക്കും എൻജോയബിൾ ആവണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അത്രയും കാലം വരെ നമുക്ക് ആ ഒരു എല്ലാ പ്രോസസ്സും എൻജോയബിൾ ആക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിനും നിങ്ങളിത് ഉപയോഗിക്കുക. അടുത്തൊരു ബെനിഫിറ്റാണ് എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ദാഹം മാത്രമല്ല കിടന്നത്, നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹൈഡ്രേഷൻ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ ഓരോ ഭാഗവും പ്രത്യേകം നല്ലതുപോലെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഈ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഓവറീസിലോട്ടൊക്കെ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷനും അതുപോലെ നമ്മുടെ ശരീരം കൂടുതൽ എനർജറ്റിക്കുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടാശയങ്ങൾക്ക് സാധിക്കുന്നു. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അണ്ടം പൊട്ടുന്നില്ല, അങ്ങനെ നിന്ന് പോകുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു വ്യത്യാസം ഒന്ന് വരുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള അണ്ടത്തിനെ നിങ്ങൾ മെഡിസിൻസ് എടുക്കാതെ തന്നെ റപ്ചറാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 days മുതലാണ് ഇംപ്ലാന്റേഷൻ്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടായി തുടങ്ങുന്നത്.
ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ആ 6 ഡേയ്സ് മുതലാണെങ്കിൽ തന്നെയും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സും സെൽ ഡിവിഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സും അതിനേക്കാളും ഒരുപാട് ദിവസം മുൻപ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. ഇൻഫാക്ട് നിങ്ങളുടെ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവർ കഴിയുമ്പോൾ മുതൽ തന്നെ ആ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സും സെൽ ഡിവിഷനും ഒക്കെ അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഏത് സമയത്തും ഇരിക്കണം. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ കുഞ്ഞിലോട്ടുള്ള ഫ്ലോ അവിടെ കുറയുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് കെമിക്കൽ പ്രഗ്നൻസിയും കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒരു ഹിസ്റ്ററി അതിൻ്റെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കഴിവതും ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് പുരുഷനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സെമൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടുന്നതോടൊപ്പം തന്നെ പുരുഷന് സെമൻ്റെ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ക്വാളിറ്റി കുറവായിട്ടുള്ളതോ അല്ലെങ്കിൽ DNA സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളതോ ആയിട്ടുള്ള പുരുഷൻ്റെ സെമന് ഒരിക്കലും ബീജസങ്കലനം നടന്നിട്ട് ആ ഒരു പ്രഗ്നൻസി പോസിബിൾ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻ കേസ് പ്രഗ്നൻസി നിങ്ങൾ ആവുകയാണെങ്കിൽ തന്നെയും അത് സർവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും ധാരാളം വെള്ളം കുടിക്കുന്നത് ഒരു ബെനിഫിറ്റ് കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഒരു സെമൻ്റെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറവൊന്നും ഇല്ലാത്ത ആളുകൾക്കും പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷവും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കണ്ണുപൂട്ടി ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുന്നവരാണ്. ഇനി വെള്ളം കൂടി കുറവായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയും കുറച്ച് ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് പോവുക, നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പോവുക, നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യുക, അതായത് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക, അതുപോലെ തലവേദന തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവുക. ഇതെല്ലാം നിങ്ങളിൽ ആ ഒരു ഡിഹൈഡ്രേഷൻ ശരീരത്തിൽ സംഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കാണുന്ന ആളുകളും പ്രത്യേകം ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഓരോരുത്തരും കുടിക്കുന്നതല്ല കേട്ടോ. ചില ആളുകൾ കുടിക്കുന്ന ഒരു രീതിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്ന സമയത്ത് 2 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഈവനിങ് മറ്റെപ്പോഴെങ്കിലും ദാഹിക്കുമ്പോൾ ഇച്ചിരി വെള്ളം, അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം. ഇങ്ങനെയാണ് പലരും കുടിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. ഏകദേശം 1.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം, നോർമലായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും. എന്നാൽ നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലൊന്നും തന്നെ ഇട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ജീരകമോ അല്ലെങ്കിൽ നമ്മൾ ദാഹശമനിയോ അങ്ങനെ ഒന്നും ഇട്ട് നിങ്ങൾ തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന വെള്ളം പ്ലെയിൻ ആണെങ്കിലും നിങ്ങളത് കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ എപ്പോഴും നോക്കി വെക്കുക. കാരണം ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് നിങ്ങളൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കണമെന്നാണ്. കാരണം നമ്മൾ അത്രയും കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ ബ്രസ്റ്റ് മിൽക്ക് അവിടെ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം ഇതിനൊരു ഗുണമുണ്ടെന്ന്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ മേടിച്ച് വെക്കുക. ഓരോ ദിവസവും ഓരോ സമയവും അടുക്കളയിൽ ആ കലത്തിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് മടി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ മേടിച്ച് വെക്കുക. അതിൽ നിങ്ങൾ വെള്ളം കഴിവതും നിറച്ചെടുത്തിട്ട് കിച്ചണിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് വെള്ളം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വെക്കുക. അതുപോലെ TV കാണുന്ന സമയത്ത്, ബെഡ്റൂമിൽ പോയിരിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നിടത്ത് ഈ ബോട്ടിലും കൊണ്ട് നിങ്ങൾ പോവുക. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് എഫോർട്ടൊന്നും ഇടാൻ പറ്റാതെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് കൂടും, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അറിയാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് നല്ലൊരു ലൂബ്രിക്കേഷൻ സെക്സ് ചെയ്യുന്ന സമയത്തുണ്ടാകും. അതുപോലെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ പുരുഷൻ്റെ സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ
എപ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 2-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം 2-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ നോക്കി എണ്ണിയെടുക്കുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. കലണ്ടറിൽ നോക്കി എണ്ണാനായിട്ട് പറയുന്നത് ചില ദിവസം 30, ചില മാസം 31 അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് കൃത്യം ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പോട്ടിംഗ് ഉണ്ടായ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ബ്ലീഡിങ് പോയി തുടങ്ങിയത് ആ ദിവസത്തിനെ നിങ്ങൾ day 1 ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.